ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയുടെയും അതുപോലെ അലീനയുടെയും അവസ്ഥ വളരെ പരിതാപകരമായിട്ടിരിക്കുകയാണ്. രേവതിക്കുട്ടിക്ക് ആരോഗ്യം ഇല്ലാത്തതാണെന്നും പറഞ്ഞ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താ പറയുക, അനാഥകളായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ആ വീട്ടുകാർ. ലാസ്റ്റ് രേവതിക്കുട്ടി അവിടെ ആക്കിയിട്ട് നമ്മുടെ അലീന ഇങ്ങ് പോന്നു കേട്ടോ. ഈ സമയത്താണ് അവിടെ നമ്മുടെ മുത്തശ്ശന് ആ ഒരവസ്ഥ വളരെ ഇതാകുന്നതും പിന്നെ ഡോക്ടർ വിളിച്ചുകൊണ്ട് വരുന്നതും ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ മരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാ സത്യങ്ങളും അല്ലെങ്കിൽ വലിയൊരു രഹസ്യം തന്നെ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ എന്നേക്കുമായി യാത്രയാവുകയും ചെയ്തു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മരിച്ചു എന്നുള്ള കാര്യം ഡോക്ടർ മക്കളെ അറിയിച്ചു. മക്കൾ പിന്നെ ബാക്കി അന്ത്യകർമ്മങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ളതെല്ലാം നടത്തുക. ഈ സമയത്ത് മനു അവിടെ ഉണ്ടായിരുന്നില്ല. മനു ഇല്ലാത്ത സമയം നോക്കിയാണ് മുത്തശ്ശൻ മരണത്തിന് കീഴടങ്ങിയത്. ഇത് കഴിഞ്ഞ് അവിടെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം നടക്കുന്നു. ആൾക്കാരെല്ലാം വന്നും പോയി നമ്മുടെ മുത്തശ്ശനെ കണ്ടും മരണവീടായി തന്നെ അതങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അവിടെ പത്രത്തിൽ നമ്മുടെ അലീന ഓടി വന്ന് എടുത്ത് നോക്കിയപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ കാണുന്നത് മുത്തശ്ശൻ നിര്യാതനായി എന്നുള്ള ഫോട്ടോ സഹിതമുള്ളൊരിതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. ഇത് ആരാണ്, എന്താണ്, തൻ്റെ മുത്തശ്ശനാണെന്നൊക്കെ അലീനയ്ക്ക് അറിയാമല്ലോ. അലീന എന്നിട്ട് ഓടിച്ചെന്നത് അങ്ങ് നമ്മുടെ മമ്മിയെ കാണിച്ചു. മമ്മി ഇത് നോക്കിക്കാന്ന്. ഇപ്പോൾ മമ്മിക്ക് വയ്യാതെ അവിടെ കിടക്കുമായിരുന്നു. മമ്മി ഇത് നോക്കിക്കാന്നും പറഞ്ഞ് മമ്മിയെ കാണിച്ചു കൊടുത്തു. മമ്മിയെ കാണിച്ചു കൊടുത്തപ്പോൾ മമ്മി അത് കണ്ട് ഞെട്ടിപ്പോയി. അപ്പോൾ തൻ്റെ മകളുടെ, അതായത് അലീനയുടെ കാര്യത്തിനൊരു തീരുമാനമായിട്ടായതുമില്ല. ആ മനുഷ്യൻ മരിച്ചും പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു പേടി, ഒരു വെപ്രാളം അമ്മയുടെ മനസ്സിൽ. ബാക്കി എല്ലാവരെയും ഒരു തരത്തിൽ ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചു. ഇനി അലീന മാത്രമാണ് ബാക്കി മമ്മിക്കൊപ്പം ഉള്ളത്. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ മമ്മി അവിടെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാം കൈവിട്ട് പോയല്ലോ മോളെ എന്ന് അലീനയോട് മമ്മി പറയുവാണ്. എന്താ മമ്മി എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും ഈ മുത്തശ്ശൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മമ്മി അലീനയോട് പറയാം. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലെന്നല്ലേ ഉള്ളൂ. ആ വീട്ടുകാർക്ക് എന്തായാലും ഒരു ഹോം നേഴ്സിനെ ആവശ്യമുണ്ടല്ലോ. ഹോം നേഴ്സിനെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അവിടെ ആ ഒരു ജോലിക്ക് കയറട്ടെ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ അവിടെ നിന്നെ ആകെ അറിയാമായിരുന്നത് അദ്ദേഹം മാത്രമാണെന്നും അദ്ദേഹം ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല, നിന്നെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല, നിന്നെ ആരും വിളിച്ചുകൊണ്ട് പോകാനും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അതാണ് നമ്മുടെ ബ്രിജിറ്റാമ്മയുടെ ആ ഒരു വിഷമം. അലീനയെ കൊണ്ടുപോകാൻ ഇനി ആരും വരില്ല, അലീന ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു. അപ്പോൾ അലീന ഇനി അങ്ങോട്ടേക്ക് ചെന്ന് കയറുമ്പോൾ എന്താകും, അലീനയ്ക്ക് എന്തായിരുന്നു അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നതെന്നും ഇവർക്കറിയില്ല. അപ്പോൾ പരിഹാരം കണ്ടോളാം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ല. അപ്പോൾ മനുവിനോട് മുത്തശ്ശൻ കുറേയൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഇവർക്കറിയില്ലല്ലോ. എന്തായാലും ഇതെല്ലാം അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുന്നത്, കലക്കവെള്ളം പോലെ കിടക്കുക. അതിനകത്ത് നിന്ന് എങ്ങനെ ഇനി അലീനയെ രക്ഷിച്ചെടുക്കുമെന്നൊന്നും ബ്രിജിറ്റാമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ അലീനയെ പറ്റി ആലോചിക്കും തോറും അമ്മയുടെ നില അതീവ വഷളായിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനു പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് വീട്ടിൽ നിറയെ ആൾക്കാർ, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം വന്നും ഇങ്ങനെ പോകും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനുവിന് പെട്ടെന്ന് ക്ലിക്കായില്ല. മനു ഒരു വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങി നോക്കുമ്പോൾ വീട് നിറച്ചാൾ. മനു ഓടി കയറി ചെല്ലുമ്പോഴാണ് മുത്തശ്ശൻ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഇത് കണ്ട നമ്മുടെ മനു തകർന്നു പോയിട്ടോ. മനുവിനത് സഹിക്കാൻ പറ്റില്ല. മനു ആണെങ്കിൽ ആകെ വല്ലാതായിപ്പോയി. മനു ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് മനു മുത്തശ്ശൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ അലീന ആണെങ്കിൽ പുറത്തു പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഓരോരോ ജോലികൾ അലീനയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണല്ലോ നമ്മുടെ മമ്മി ചെയ്യുന്നത്. അപ്പം മമ്മി പറഞ്ഞ അനുസരിച്ച് അലീനയുടേതായ എല്ലാ ജോലികളും തീർത്ത് ഓരോരുത്തരെ എത്തിക്കേണ്ടിടത്തെല്ലാം കൊണ്ടുവന്ന് എത്തിച്ച് അങ്ങനെ അമ്മയ്ക്കുള്ള മരുന്നൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വരും. ഓട്ടോ വിളിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോക്കാരന് പൈസ കൊടുക്കുക. അയ്യോ കുഞ്ഞെ, പൈസ വേണ്ടാന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു. അയ്യോ അതെന്താ ചേട്ടൻ അങ്ങനെ പറയരുത്, ഞാനിവിടം വരെ വന്നതല്ലേ, ചേട്ടൻ പൈസ വാങ്ങിക്കണം എന്നങ്ങനെ നിർബന്ധിച്ച് അലീന പറയുമ്പം നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് ഞങ്ങൾ ഒരു തരി പൈസ പോലും വാങ്ങിക്കില്ല, അത് ഞങ്ങൾ ഓട്ടോക്കാരെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമാണ് എന്നിങ്ങനെ പറഞ്ഞു. അതെന്താ ചേട്ടാ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഈ സ്നേഹനികേതനത്തിനെ പറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ അന്തേവാസികളെ പറ്റിയും ബ്രിജിറ്റാമ്മയെക്കുറിച്ചൊക്കെ ഇങ്ങനെ അവർ പറയുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും വേറൊരു രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നും നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വേറൊരു രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെയെങ്കിലും ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ കുഞ്ഞെ എന്നും പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ പറയണം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞു കേട്ടോ. അലീന ഇങ്ങനെ വിഷമത്തോടെ ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ഇനി നിങ്ങൾ എത്ര രൂപ തന്നാലും ഞങ്ങൾ ആരും അത് വാങ്ങിക്കില്ല എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കേട്ട് വിഷമത്തോടെ നമ്മുടെ ഇങ്ങനെ അവിടുന്ന് പോയിരുന്നു. കോട്ടയെന്നും പറഞ്ഞാൽ ചേട്ടനും അങ്ങ് പോയി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അവിടെ വലിയൊരു ദുരന്തം തന്നെ സംഭവിച്ചിരുന്നു നമ്മുടെ ബ്രിജിറ്റാമ്മയുടെ കാര്യത്തിൽ. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റ് അങ്ങനെ നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഇപ്പോൾ വാക്കറയിലാണ് നടക്കണേ.
വാക്കറയിൽ നടന്നിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അതിങ്ങനെ പിച്ച വെച്ച് പോകുന്ന സമയത്ത് ഈ വാക്കർ അങ്ങ് തെന്നിപ്പോയി. അമ്മ അവിടെ നിലത്തടിച്ച് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അലീനയൊന്നും അടുത്തില്ലല്ലോ. പെട്ടെന്ന് അമ്മ അങ്ങ് കുഴഞ്ഞു വീണു. പിന്നെ അവിടെ ഉണ്ടായിരുന്നവർ സിസ്റ്റർമാരൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കട്ടിലയിൽ കിടത്തി. ഇതൊന്നും നമ്മുടെ അലീനെ അറിയുന്നില്ല. അലീനയാണെങ്കിൽ തൻ്റെ ജോലികളെല്ലാം തീർത്ത് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അനക്കവും കാര്യങ്ങളൊന്നുമില്ല. അമ്മയുടെ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന അമ്മ ഇങ്ങനെ കിടക്കുന്നു, ഒരാൾ തൊട്ടടുത്ത് ഇരിക്കുന്നു. അയ്യോ മമ്മി എന്നും പറഞ്ഞ് ഓടി വന്നു അലീന മമ്മിക്ക് അരികിലിരിക്കും. അപ്പോൾ എന്തു പറ്റി മമ്മി, എന്തു പറ്റി മമ്മിക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അടുത്തിരുന്ന ആൾ പറഞ്ഞു മമ്മി ഒന്ന് വീണതാണെന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമം. അലീനയാണെന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ മമ്മിക്ക് എന്താ പറ്റിയ, മമ്മി എന്താ മമ്മി ചെയ്ത്, മമ്മിക്ക് എവിടെയും പറഞ്ഞല്ലോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം മമ്മി പറഞ്ഞു ഞാനൊന്നും ചെയ്തതല്ല മോളെ, ഞാനിങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴേക്ക് കാല് വഴുതി വീണതാണ്. ഇനിയിപ്പം മമ്മിക്ക് എഴുന്നേക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല, മമ്മിക്ക് അധികം ആയുസൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിന് മുന്നേ നിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണമെന്നുള്ളത് മമ്മിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, അതും നടക്കുമെന്ന് തോന്നുന്നില്ല, ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മമ്മി ഇങ്ങനെ അലീനയോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിങ്ങനെ കരയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്കും സഹിക്കുന്നില്ല. അലീനയ്ക്കാണെങ്കിൽ എനിക്കൊന്നും ആവില്ല മമ്മി, എൻ്റെ മമ്മിക്ക് ഒന്നും വരാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അലീനയെ അടുത്തിരുന്ന് ഭയങ്കര വിഷമവും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അലീനയുടെ കാര്യം ഓർക്കും തോറും നാളെ പോകേണ്ടതിന് പകരം ഇന്നേ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ടെൻഷൻ കയറിയിട്ട് ഭയങ്കര ഈ ഒരു സമയത്ത് അവിടെ മുത്തശ്ശൻ്റെ സംസ്കാരത്തിനുള്ള കാര്യങ്ങളും ഇതെല്ലാം നോക്കുക. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നമ്മുടെ മനു അവിടെ ഇരുന്ന് പല കാര്യങ്ങളും ആലോചിക്കുക. മുത്തശ്ശൻ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അലീനയുടെ കാര്യങ്ങളിൽ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം മനു ഒരു സെക്കൻഡ് നേരത്തേക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഒരു കടമ്പ തന്നെ കടക്കാൻ തന്നെ ഏൽപ്പിച്ചു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ്റെ ബാക്കി താൻ ചെയ്യണം എന്നുള്ളൊരിത് നമ്മുടെ മനു അവിടെ തീരുമാനിക്കുക. പക്ഷേ ഇതൊന്നും ഇവരാരും അറിയുന്നില്ലല്ലോ, ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഇവരറിയുന്നുമില്ല. അങ്ങനെ ഈ ഒരു സമയത്ത് മുത്തശ്ശൻ്റെ ചടങ്ങുകളും ശവസംസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ വീട് ഒഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് മോക്കപ്പെട്ടിരിക്കുന്നു. മനു ആണെങ്കിൽ ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി മനു ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി ആണെങ്കിൽ അവരുടെ ആ വലിയ വീട്ടിൽ ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ രേവതി കുഞ്ഞായതുകൊണ്ട് രേവതി ചെയ്യുന്നതൊന്നും അവർക്കൊരു തൃപ്തിയാകുന്നില്ല. അവരാണെന്നുണ്ടെങ്കിൽ രേവതിയെ ഒരു കഴിവില്ലാത്ത ഒരാളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ രേവതി ചെയ്യുന്നതൊന്നും അവർക്കൊരു തൃപ്തിയാകുന്നില്ല. പ്രത്യേകിച്ച് ആ പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് രേവതി ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ കുറ്റമൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പാവം. അതാണെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി തന്നെ ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് അവർക്കൊരു തൃപ്തിയാകുന്നില്ല കേട്ടോ. അങ്ങനത്തെ നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ഇത് രേവതിയോട് അതേപോലെ അമ്മയുടെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും അവൾ ഈ വിഷയം അറിയരുത്, എനിക്ക് വയ്യാതായത് അവളോട് പറയരുത്, അവൾ അവിടെ നിൽക്കില്ല, അവൾ അവിടെ നിന്ന് പോരും എന്ന് പ്രജിറ്റാമ്മ നമ്മുടെ അലീനയോട് പറയുക. അപ്പോൾ അലീനയ്ക്ക് അറിയാം, ശരിയാ മമ്മി പറഞ്ഞത്, അവൾ അവിടെ നിൽക്കില്ല, അവൾ മമ്മിക്ക് വയ്യെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്. അതുകൊണ്ട് അലീനയാണെങ്കിലും മമ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കും. അപ്പോൾ മമ്മിയാണെങ്കിൽ പറയണം മമ്മിക്ക് ഇനി അധിക ദിവസമൊന്നുമില്ല, നിൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെടുമ്പോൾ മമ്മി എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട, എന്തെങ്കിലും ഒരു വഴി കർത്താവ് നമുക്ക് കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ വീട്ടിലേക്ക്, അതായത് എന്തെങ്കിലും ഒരു കാരണവശാൽ ആ വീട്ടിലേക്ക് അലീന ചെന്ന് കയറേണ്ടതായിട്ട് വന്നാൽ പിന്നീട് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം മമ്മി പറഞ്ഞു കൊടുക്കും അലീനയ്ക്ക്. മമ്മി ഇതൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ, നാളെ നിനക്ക് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരാൻ ഒരു പക്ഷെ മമ്മി ഇല്ലാതെ വരാം. ഇങ്ങനെയൊക്കെ മമ്മി ഇങ്ങനെ സങ്കടത്തോടെ അലീനയോട് പറയും. ഇതൊക്കെ കേൾക്കുന്തോറും ചങ്കു പൊട്ടിപ്പോകുന്ന വേദനയോടെ അലീനയും കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും അവിടെ നമ്മുടെ അലീനയ്ക്ക് ഇനി സ്വന്തം അമ്മയുടെ അരികിലേക്ക് എത്താനുള്ള ആ ഒരു സമയം ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുക. അതിനൊരു നിയോഗമായി വരുന്നത് മുത്തശ്ശൻ്റെ പിൻഗാമിയായിട്ട് വരുന്നത് നമ്മുടെ മനുവാണ്. അപ്പോൾ മനുവിന് എന്താണ് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെന്ന് അറിയില്ല. പക്ഷേ അലീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ മുത്തശ്ശന് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം മനുവിന് അറിയാം. അങ്ങനെ അലീനയുടെയും അതുപോലെ മമ്മിയുടെയൊക്കെ അടുത്തേക്ക് ഇനിയിപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മനു പുറപ്പെടാനൊക്കെയുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞതോടുകൂടി വീട്ടിൽ അങ്ങനെ ഒരു ഇതില്ലാത്ത രീതിയിലാണ് മനുവിൻ്റെ അമ്മയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും ഭയങ്കര സാധാ ജീവിതത്തിലേക്ക് എല്ലാവരും മടങ്ങി വന്നു. സമയത്ത് മനു മാത്രം ആ മുത്തശ്ശൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടില്ല. മുത്തശ്ശൻ്റെ ആ ഒരു ഓർമ്മകളും മുത്തശ്ശൻ്റെ റൂമും ഒക്കെ ആയിട്ട് മനു ഇങ്ങനെ ഒതുങ്ങിക്കൂടുക. അപ്പോഴേക്കും മനു മുത്തശ്ശൻ്റെ മുറിയിൽ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് നീ എന്തിനാ ഏത് നേരം ആ മുറിയിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. അപ്പം മനു അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് മറക്കാൻ കഴിയുമായിരിക്കും, എനിക്കത് പറ്റില്ല എന്നും പറഞ്ഞ് തിരിച്ചു അമ്മയോടും അങ്ങനെ പറയുന്നേ. എന്തായാലും നമ്മുടെ മനു മുത്തശ്ശൻ്റെ ആ ഒരു
റൂമിലിരുന്നുകൊണ്ട് പല കാര്യങ്ങൾക്കും തെളിവുകളും കാര്യങ്ങളും മുത്തച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞതെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒരു ട്രിപ്പ് ഒന്ന് തപ്പി നോക്കി എന്തെങ്കിലും ഒന്ന് ഇത് മുത്തശ്ശൻ്റെ ഇതിൽ നിന്ന് കിട്ടുമോ എന്നറിയാനായിട്ട്. പക്ഷേ അതൊന്നും മനുവിന് കിട്ടിയില്ല. എന്തായാലും മനു രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങുകയാണ്. പക്ഷേ ഇനി അലീനയെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു. ഒന്നെങ്കിൽ അലീനയെ സ്വന്തം അമ്മയുടെ വീട്ടിലേക്കാക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലൊരു ജോലിക്കാരിയായിട്ട് നിർത്തും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളും കണ്ണിനെ നനയ്ക്കുന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എന്തായാലും ഒരുപാട് കരയാനുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓരോ ഭാഗം കാണുമ്പോഴും അറിയാതെയെങ്കിലും കണ്ണ് നനയാതെ പോകുന്നില്ല. അത്രയ്ക്ക് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എപ്പിസോഡുകളിൽ വരുന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പുത്തൻ വിശേഷങ്ങളുമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. സ്വീകരിച്ച് ബൈ ബൈ, ടാറ്റാ.